ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടു. ലോകസഭയിൽ പബ്ലിക് ഗാലറി ഉണ്ടായിരുന്ന 2 പേര് താഴത്തെ ഫ്ലോറിലേക്ക് എടുത്ത് ചാടി കളേഡ് സ്മോക്കൊക്കെ പരത്തി ആകെ പാനിക്കാക്കി. അപകടമൊന്നും ഉണ്ടായില്ല, പക്ഷെ പാനിക്കായി ആൾക്കാർ. ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സുരക്ഷയിലുള്ള വീഴ്ച മാത്രമല്ല, 2001 പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ട് 15 പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ ആനിവേഴ്സറി ഡേ ആയിരുന്നു ഇന്നലെ. മറ്റൊന്ന് 6 ദിവസം മുമ്പ് ഖാലിസ്ഥാൻ തീവ്രവാദി പന്നൂൻ ഒരു വീഡിയോ ത്രെറ്റ് കൊടുത്തിരുന്നു. ഡിസംബർ 13 അതിനു മുമ്പോ പാർലമെൻറ്റ് ആക്രമിക്കപ്പെടും, ഡൽഹി ഖാലിസ്ഥാനെ പോലെ ആക്കും എന്നൊക്കെ പറഞ്ഞൊരു ത്രെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി സ്പോക്ക് ബോസിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അത്ര ഗൗരവത്തോടെ അത്ര ആംപ്ലിഫൈ ചെയ്ത് കാണുന്നില്ല. കാരണം ഇങ്ങനെ പലരും ഇങ്ങനെ കവറേജിന് വേണ്ടി ത്രെറ്റ് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പുണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ടെടുത്തില്ല. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമങ്ങളും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. പക്ഷേ ഈശോയുടെ സമയത്ത് ഏലിയയെ തിരിച്ചറിഞ്ഞില്ല, യോഹന്നാനെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണല്ലോ കൊല്ലപ്പെടുന്നത്. മുന്നറിയിപ്പുണ്ടായിരുന്നു, പക്ഷെ സ്വീകരിച്ചില്ല, ആരും കാര്യമായിട്ടെടുത്തില്ല. നമ്മുടെ കാര്യം ഇങ്ങനെയല്ലേ, മുന്നറിയിപ്പ് ഉണ്ടായിട്ടും നമ്മൾ കാര്യമായിട്ടെടുക്കുന്നില്ല. പലരിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്നില്ല.